കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്വകാര്യ കോളേജുകളിൽ എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ അയൽ സംസ്ഥാനമായ കർണാടകയിൽ വൻ ഡിമാൻഡ്. ബാംഗ്ലൂരിലെ പ്രമുഖ സ്വകാര്യ കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റ് ഒന്നിന് 64 ലക്ഷം വരെ കൊടുക്കേണ്ടി വരുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തവണത്തെ അക്കാദമിക് വർഷം മുതൽ മിക്ക കോളേജുകളും മാനേജ്മെന്റ് സീറ്റിന് 10 ലക്ഷം വരെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി ഈ തുകയുടെ പകുതി ആദ്യ വർഷവും ബാക്കി അടുത്ത 3 വർഷങ്ങളുമായി അടച്ചു തീർക്കണം. നഗരത്തിലെ ഒരു പ്രമുഖ കോളേജ് കഴിഞ്ഞ തവണ ഈടാക്കിയത് 54 ലക്ഷം രൂപയായിരുന്നു. ഇത്തവണ അത് 64 ലക്ഷമാക്കി. അതായത് പുതുതായി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി ആദ്യ വർഷം 32 ലക്ഷം രൂപ അടയ്ക്കണം. ബാക്കി 32 ലക്ഷം രൂപ 3 ഗഡുക്കളായി. ഇത്രയും വിലയുണ്ടെങ്കിലും മാനേജ്മെന്റ് സീറ്റുകൾ ചൂടപ്പം പോലെയാണ് വിറ്റുതീരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കമ്പ്യൂട്ടർ സയൻസും അനുബന്ധ കോഴ്സുകളും ഇതിനോടകം തന്നെ സീറ്റുകൾ തീർന്ന് അഡ്മിഷൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന കോഴ്സുകളിലെ സീറ്റുകൾക്കും വൻ തുകയാണ് കോളേജുകാർ ചോദിക്കുന്നത്. ബാംഗ്ലൂരിലെ 5 കോളേജുകളിലെയും കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കോഴ്സുകൾക്ക് സീറ്റ് ഒഴിവുണ്ടോ എന്ന് അന്വേഷിച്ചെന്നും ഒരിടത്തും ലഭിച്ചില്ലെന്നുമാണ് ഒരു രക്ഷിതാവ് പരാതിപ്പെട്ടത്. ചില കോളേജുകൾ കുട്ടികൾക്കിടയിലും രക്ഷകർത്താക്കൾക്കിടയിലും ബ്രാൻഡ് പോലെ വളർന്നിട്ടുണ്ട്. ഇത്തരം കോളേജുകളിൽ ചേരാൻ കുട്ടികൾ കൂടുതലായി ശ്രമിക്കുന്നതാണ് സീറ്റ് ദൗർലഭ്യത്തിന്റെ ഒരു കാരണം. മാനേജ്മെന്റ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും മറ്റൊരു കാരണമാണ്. ഇത്തവണ 20% വരെയാണ് മാനേജ്മെന്റ് കോട്ട. സർക്കാർ കോട്ടയിൽ നികത്താതെ പോകുന്ന സീറ്റുകളും ഒടുവിൽ മാനേജ്മെന്റ് കോട്ടയിലേക്ക് മാറ്റപ്പെടും. IT അനുബന്ധ വ്യവസായങ്ങൾ ഏറെയുള്ള ബാംഗ്ലൂരിൽ കമ്പ്യൂട്ടർ സയൻസും അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ചെയ്യാൻ കുട്ടികൾ കൂടുതലായി ശ്രമിക്കുന്നതും മാനേജ്മെന്റുകൾ മുതലാക്കുകയാണ്. കേരളത്തിലെ കോളേജുകളിൽ ആളില്ല. ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇഷ്ട വിഷയമായിരുന്നു എഞ്ചിനീയറിംഗ് എങ്കിൽ ഇപ്പോൾ ട്രെൻഡ് മാറിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2017-18 അക്കാഡമിക് വർഷം മുതൽ ഓരോ വർഷവും ആയിരക്കണക്കിന് സീറ്റുകളിൽ വിദ്യാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിൽ. 2017-18 വർഷത്തിൽ 28,028 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടന്നത്. 2021-22 18,169 സീറ്റുകളിലും ആളെ കിട്ടിയില്ല. പുതുതലമുറ കോഴ്സുകളോടുള്ള വിദ്യാർത്ഥികളുടെ താല്പര്യം അവരെ പരമ്പരാഗത പഠനത്തിൽ നിന്നും അകറ്റുന്നുണ്ട്. വിദേശ പഠനത്തിന്റെ സാധ്യതകൾ കൂടുതൽ തെളിയുന്നതും മറ്റൊരു കാര്യമാണ്.